ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നല്ല വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് സംസാരിക്കാനുള്ളത്. ഇന്നലെ തന്നെ നമ്മുടെ ബാലരാമപുരത്ത് നടന്ന പിഞ്ച് കുഞ്ഞ് 2.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ ജീവനോടെ എടുത്ത് കിണറ്റിലിട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും വെള്ളം ശ്വാസകോശത്തിനകത്തുണ്ട്. അതായത് ജീവനോടുകൂടിയാണ് കുഞ്ഞിനെ കിണറ്റിനകത്തെടുത്തിട്ടത്. ഉറക്കത്തിൽ കിണറ്റിനകത്തെടുത്തിട്ടു എന്നാണ് കുഞ്ഞിൻ്റെ അമ്മാവൻ സമ്മതിച്ചിട്ടുള്ളത്. എങ്ങനെ ഒരു പിഞ്ച് കുഞ്ഞിനെ 2.5 വയസ്സായ ഒരു കുഞ്ഞിനെ എടുത്ത് ജീവനോടെ കിണറ്റിലിടാൻ സാധിക്കുന്നു? അതാണ് മനസ്സിലാവാത്തത്. എങ്ങനെയാണെന്ന്, ഇത്രയും ക്രൂരത എങ്ങനെയാണ് മനുഷ്യ മനസ്സുകളിൽ വരുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഒരാളിനെ പിടിച്ചു പോയിട്ട് നമുക്ക് കിണറ്റിനകത്തോട്ട് തള്ളാൻ നമുക്ക് തോന്നൂല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ, ഒരു പിഞ്ച് കുഞ്ഞിനെ, അതും സ്വന്തം സഹോദരിയുടെ മകളെ എങ്ങനെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ സാധിക്കും? എന്താണ് കാരണം? ഇത്രയും വലിയൊരു ക്രൂരതയ്ക്ക് കാരണം ഇപ്പം വെളിവായി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശ്രീതു എന്ന് പറയുന്ന ഈ അമ്മയും സഹോദരനും തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് പരിശുദ്ധമായിട്ടുള്ളൊരു ബന്ധമല്ല. അല്ലെങ്കിൽ അമ്മാവനെന്ന് പറയുന്ന ആൾ ശ്രീതുവുമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ഇടപഴകുവാൻ ശ്രമിച്ചു. അതിന് ഈ കുഞ്ഞ് തടസ്സമായി. ആ കുഞ്ഞിനെ അങ്ങനെയാണ് അമ്മാവൻ ഒഴിവാക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് റൂമിൽ ഇതുപോലെ കട്ടിലിൽ തീ പിടിപ്പിച്ചതും പിന്നെ 3 കൊളുത്തിട്ട് വെച്ചതും? അതൊക്കെ എന്തിനു വേണ്ടിയാണ്? പിന്നെ ആ ദിവസം തന്നെ രാത്രി വീട്ടിൽ ഭയങ്കര ബഹളങ്ങളൊക്കെ ഉണ്ടായി എന്ന് അയൽവാസികൾ പറയുന്നുണ്ട്. അത് ഇതിന് ശേഷമായിരിക്കും, ഈ കുഞ്ഞിനെ എടുത്തിട്ടതിന് ശേഷമായിരിക്കും ബഹളം ഉണ്ടായതെങ്കിൽ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ശേഷമാണ് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ടത്. രാത്രി എന്തുകൊണ്ട് ബഹളം ഉണ്ടായി? അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എനിക്കറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മാവനെന്ന് പറയുന്ന പയ്യൻ പൂജാരികളുടെ കൂടെ പൂജയ്ക്കൊക്കെ പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇതിനകത്തൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ച എനിക്ക് അറിയാൻ സാധിച്ചത്, ഈ ചെറുക്കൻ ഒരു ചെറിയൊരു നമ്മളെ സാധാരണ ഒരു ആൾക്കാരെ പോലെ അല്ലാത്തൊരു സ്വഭാവ വൈകൃതമുള്ളൊരു പയ്യനാണ്. ആ പയ്യന് ഇതുപോലെ കുറച്ച് ദിവസം മന്ത്രവാദമൊക്കെ പഠിക്കാൻ വേണ്ടി വേറെ സ്ഥലത്ത് ഏതോ മന്ത്രവാദിയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഇവർ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണത്തിൽ എന്തുകൊണ്ട് അത് വെളിയിൽ വരുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചതാണ്, ഈ മന്ത്രവാദവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ തന്നെ ഈ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ വേണ്ടി ഇവർക്ക് കൂടുതൽ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ഇനി മന്ത്രവാദി പറഞ്ഞു കാണുമോ, നിങ്ങളുടെ കടം ബാക്കിയുള്ള ഇതൊക്കെ വരാൻ കാരണം ഈ കുഞ്ഞാണ്, ഈ കുഞ്ഞിൻ്റെ നശിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു കാണുമോ? അതോ ഈ മന്ത്രവാദവും ഇതും മറച്ചു വയ്ക്കുവാൻ വേണ്ടിയാണോ അത് പറയാതെ വേറൊരു കാരണങ്ങൾ പറഞ്ഞ് കുറ്റം സമ്മതിക്കുന്നത്? എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത്. ഒരു വാട്സപ്പ് മെസ്സേജുകളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിലെന്ത് വിവരങ്ങളാണ് ലഭിച്ചതെന്ന് അറിയില്ല. ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പരിശുദ്ധത ഇല്ലായ്മ വെളിവാക്കുന്ന മെസ്സേജുകളാണ് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വരുന്ന ആളുകളിൽ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ ഈ 2.5 വയസ്സായ ഈ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാനുള്ള കാരണം, വ്യക്തമായ കാരണം കണ്ടുപിടിക്കണം. അല്ലാതെ നമുക്കൊരു ഊഹാപോഹത്തിലൂടെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി വെച്ചിട്ട് കാര്യമില്ല. ഇവർ പറയുന്നത് വിശ്വസിച്ചിട്ട് കാര്യമില്ല. പല രീതിയിലും ഇതിനെ അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥ സത്യം വെളിവാക്കി എടുക്കണം. ഈ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് പോലും എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ DNA പരിശോധന ഫലം വരണം. അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ കുഞ്ഞിൻ്റെ DNA പരിശോധന പോലും ചെയ്യണം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ സത്യം വെളിവാകുകയുള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ, ഈ മൂത്ത കൊച്ചിനെ ഒന്നും ചെയ്യാതെ ഈ ഇളയ കൊച്ചിനെ തന്നെ എടുത്ത് കിണറ്റിലിടുക. മൂത്ത കൊച്ചു ഉറങ്ങി കിടക്കുകയാണ്, ആ കൊച്ചിനെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. ഈ ഇളയ കൊച്ചിനെ 2.5 വയസ്സായ ഈ ഒരു കൊച്ചിനെ മാത്രം ഉപദ്രവിച്ച് കിണറ്റിനകത്തെടുത്തിടുക. ഉപദ്രവിച്ചിട്ടില്ല, ജീവനോടെ കിണറ്റിനകത്തെടുത്തിടുക. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് എന്തായാലും ചെയ്യേണ്ടതാണ്. അത് ചെയ്യണം. അത് ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല, പക്ഷെ അത് ചെയ്യേണ്ടി വരും. ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇതിനകത്തൊക്കെ പല ദുരൂഹതകളും ഉണ്ട്. എന്തൊക്കെയാണെന്നൊന്നും, ഇത് നമ്മൾ സാധാരണ ഒരു മർഡർ കേസല്ല. ഇത് കേരളത്തിൽ നടന്നിട്ടില്ലാത്ത തരം ഒരു തരം മർഡർ കേസാണ്. അപ്പം കാരണം എന്താണെന്ന്, 2.5 വയസ്സായ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടാൻ കാരണം എന്ത്? വീട്ടിൽ ഈ കട്ടിലൊക്കെ തീ പിടിപ്പിച്ചതും അതൊക്കെ ഇനി ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. കുഞ്ഞിനാദ്യം കൊന്നിട്ട് ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതിന് ധൈര്യം കിട്ടിയില്ല എന്നൊക്കെ കാണിക്കുവാൻ വേണ്ടി ചെയ്തതാണോ, ഇനി അത് സംഭവിച്ചതാണോ, അതാണോ? കടം തലയ്ക്ക് മുകളിലായപ്പം കൂട്ടാത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിനെ എടുത്ത്
കിണറ്റിലിട്ടതാണോ ഇതൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് എന്താണെന്നുള്ള കാരണം അതാണെങ്കിൽ ഇവർ പറയും. പക്ഷേ ഇതല്ല കാരണം. മന്ത്രവാദമാണോ കാരണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ കുഞ്ഞിന് എന്തോ ഒരു പ്രത്യേക നിർണായകമായിട്ടുള്ള പങ്ക് ഈ കൊലപാതകത്തിലുണ്ട്. കുഞ്ഞിൻ്റെ ജനനം അല്ലെങ്കിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞ് ഇയാളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ വേണ്ടി ശ്രീധുവിനെ ഈ കുഞ്ഞൊരു തടസ്സമായിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഈ അമ്മാവനെടുത്ത് കിണറ്റിലിട്ടു എന്നാണ് പറയുന്നത്. ഒന്നും തമ്മിൽ മാച്ച് ആവുന്നില്ല. ഈ ക്രൈമും ഈ കഥയും ഇതൊന്നും. ആദ്യം പറഞ്ഞത് കടബാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. നല്ല രീതിയിലുള്ള കടം ഇവർക്കുണ്ട്. ഇവർ അടുത്തുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോലും അവർ കൊടുക്കുന്നില്ല. നാളെ തരാൻ പറ്റുന്ന തരാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവർക്ക് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഇവർ ഈ പൈസ ഈ 50 ലക്ഷം രൂപ എന്ത് ചെയ്തു? ഇവർക്ക് വേറെ ചിലവുള്ളൊരു പാർട്ടി അല്ല ഇവർ. എന്താണ് ചെയ്തത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. ഈ 50 ലക്ഷം രൂപ കടം എങ്ങനെ ഉണ്ടായി? ചിലപ്പം എന്തെങ്കിലും ഇവർ സൂപ്പർ നാച്ചുറൽ അതിന് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചിലവാക്കിയതാണോ? അതുപോലെ തന്നെ ഈ ശ്രീധുവും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും സുഖകരമായിട്ടുള്ളൊരു ബന്ധമല്ല. അവർ തമ്മിൽ ഇന്നും വഴക്കാണ്, അവർ തമ്മിൽ ഉടക്കാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അത് എന്തുകൊണ്ടാണ്? ആ കാരണം എന്താണ്? ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇത്രയും ഉടക്ക്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തുകൊണ്ടാണ് ഇത്രയും അസ്വാരസ്യങ്ങൾ ഉണ്ടായതെന്നും കൂടെ അവർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇതെല്ലാം ചിലപ്പോൾ ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അത് പോലീസുകാർ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം നമുക്ക് കാണാം. വരുന്ന നാളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇതിനെന്താണ് എന്തു കാരണമാണെന്നുള്ളത് കറക്റ്റായിട്ട് അന്വേഷിച്ച് പോലീസ് കറക്റ്റായിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള പോലീസ് അങ്ങനെ പറയുന്ന വാക്ക് വിശ്വസിച്ച് അത് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു ടീമല്ല കേരള പോലീസ് എന്ന് പറയുന്നത്. അവർ കറക്റ്റായിട്ടുള്ള കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ ഇതിൻ്റെ യഥാർത്ഥ സത്യം വെളിവാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എങ്ങനെ നോക്കിയാലും ഈ കുറ്റം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തല്ലാതെ വേറെ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല ഒരു കൊച്ചിനെ എടുത്ത് കിണറ്റിലിടുന്നു. പക്ഷേ ഇവൻ്റെ ഈ സ്വഭാവ വൈകൃതം ഇതാണ്. കാരണം ഇവൻ സാധാരണ ഒരു ആളുകളെ പോലെ പെരുമാറുന്ന ഒരുത്തരല്ല. അവന് സ്വഭാവ വൈകൃതം ഉണ്ട്. അവർ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അവൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ പരിശോധിച്ചതിന് ശേഷം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെ ആയാലും ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ 2.5 വയസ്സായ ഈ കുഞ്ഞിനെ എടുത്ത് ജീവനോട് കിണറ്റിലിടാൻ കാണിച്ച അവൻ്റെ മനസ്സ്, അവന് എന്ത് വൈകൃതം ഉണ്ടെങ്കിലും ശരി തന്നെ ഈ 2.5 വയസ്സായ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഈ കാര്യം ഈ അമ്മ അറിഞ്ഞതിന് ശേഷം ഈ അമ്മ എന്തുകൊണ്ട് എതിർത്തില്ല? ഈ അമ്മയും ഈ കുഞ്ഞിനെ കിണറ്റിനകത്തെടുത്തിടുവാൻ ഇവർ സഹായിച്ചോ എന്നൊക്കെ ഉള്ളത് പോലീസ് വെളിവാക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് എന്തിനാലും കാത്തിരിക്കാം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ വീണ്ടും ചോദ്യം ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ മുമ്പോട്ടുള്ള നാൾ വഴികളെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം.